ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 25-ാം തീയതിയാണ്. ഈ നല്ല ദിവസത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം, അതുകൊണ്ട് തന്നെ ശുഭദിനാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഖ്യാപുസ്തകം 24-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ദൈവം ബിലെയാമിനോട് സംസാരിക്കുന്നതായും ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതായും കാണാം. ആ സത്യങ്ങളെ നമുക്ക് ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ അനുഗ്രഹത്തിനും ശാപത്തിനും ഹേതുവായ ഇസ്രായേൽ എന്ന് പറയാം. അനുഗ്രഹത്തിനും ശാപത്തിനും ഹേതുവായ ഇസ്രായേൽ. 24-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞു, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇസ്രായേലിനെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹത്തിനും അതുപോലെ തന്നെ ശാപത്തിനും ഒരു മുഖാന്തരമാണ്. അക്കാര്യം ദൈവം മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ബിലെയാമിന് ഇസ്രായേലിനെ ശപിക്കുവാനുള്ള അനുഭവം ദൈവം നൽകിയില്ല. ദൈവാത്മാവ് അവൻ്റെ മേൽ വന്ന് അവനിലൂടെ അതിമഹത്തായ ചില പ്രവചനങ്ങൾ നടത്തി. അവനിലൂടെ ചെയ്ത അനുഗ്രഹ പ്രസ്താവനകൾ ഒന്ന്, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും, ഇസ്രായേലിനെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കും എന്നതാണ്. ഈ പ്രസ്താവന ദൈവം അബ്രഹാമിനോട് വളരെ മുന്നമേ ചെയ്ത ഒരു പ്രസ്താവനയാണ്. ഇസ്രായേൽ ലോകരാഷ്ട്രങ്ങൾക്ക് അനുഗ്രഹത്തിനും ശാപത്തിനും കാരണമായ രാഷ്ട്രമാണ്. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ ഏത് കാലത്തും പ്രതികരിച്ചതായി കാണാം. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ അതിനോട് പ്രതികരിക്കാത്ത ലോകരാഷ്ട്രങ്ങളില്ല. ഇസ്രായേലിന് അനുകൂലമായി ചില രാജ്യങ്ങൾ പ്രതികരിച്ചപ്പോൾ മറ്റു ചില രാജ്യങ്ങൾ ഇസ്രായേലിന് പ്രതികൂലമായി പ്രതികരിച്ചു എന്ന് കാണാം. ചരിത്രം പരിശോധിച്ചാൽ ഇസ്രായേലിനോട് അനുകൂലമായി പ്രതികരിച്ച രാജ്യങ്ങൾക്ക് പൊതുവെ നന്മയുണ്ടായപ്പോൾ ഇസ്രായേലിനോട് പ്രതികൂലമായി പ്രതികരിച്ച രാജ്യങ്ങളെല്ലാം വളരെയധികം കഷ്ടനഷ്ടങ്ങൾക്ക് ഇടയാവുകയാണ് ചെയ്തത്. അനുഗ്രഹിച്ചവർക്ക് അനുഗ്രഹവും ശപിച്ചവർക്ക് ശാപവും എന്ന ആ പ്രമാണം ഏത് കാലത്തും ഇസ്രായേലിനെ സംബന്ധിച്ച് ശരിയാണ്. ഭാവിയിൽ രാജ്യങ്ങളുടെ ന്യായവിധിയും അതുപോലെ തന്നെ ഇസ്രായേലിനെ കേന്ദ്രമാക്കിയായിരിക്കും. അങ്ങനെയാണ്. ഭാവിയിൽ ലോകരാജ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അത് ഇസ്രായേലിനെ കേന്ദ്രമാക്കിയായിരിക്കും. അതാണ് ദ പോയിൻ്റ് ഓഫ് റെഫറൻസ് ഫോർ ജഡ്ജ്മെൻറ്റ് വിൽ ബി ഇസ്രായേൽ. ന്യായവിധിക്ക് ഉള്ളതായിരിക്കുന്ന കാരണമെന്ന് പറയുന്ന ഇസ്രായേൽ തീർച്ചയായിട്ടുമായിരിക്കും. കർത്താവ് കാര്യം മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഈ ചെറിവിൽ ഒരുവനെ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഈ ചെറിവിൽ ഒരുത്തിന് ചെയ്യാഞ്ഞിടത്തോളം നിങ്ങൾ എനിക്ക് ചെയ്തില്ല, അതുകൊണ്ട് ശാപത്തിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഇസ്രായേലിനോടുള്ളതായിരിക്കുന്ന മനുഷ്യൻ്റെ പ്രതികരണമാണ് ഭാവിയിൽ അവൻ ആരായിരിക്കും, അവൻ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കുന്നത്. ഇസ്രായേലിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് 122-ാം സങ്കീർത്തനത്തിൻ്റെ 6-8 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു. ഇസ്രായേൽ വളരെയധികം കഷ്ടം സഹിച്ച ഒരു രാജ്യമാണ്. എന്നാൽ ഇസ്രായേൽ വളരെയധികം അനുഗ്രഹത്തിന് കാരണമായി തീർന്ന ഒരു രാജ്യം, തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിന് പോയിൻ്റ് ഓഫ് റെഫറൻസ് ഫോർ ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഓർ ഗോഡ്സ് പണിഷ്മെൻറ്റ്, ദൈവത്തിൻ്റെ ശിക്ഷയ്ക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും കാരണമായി തീർന്ന ഒരു ദേശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ രാജ്യങ്ങളുടെ ന്യായവിധിയും ഇസ്രായേലിനെ കേന്ദ്രമാക്കിയായിരിക്കും. ഈ ചെറിയൊരു ഒരാൾക്ക് ചെയ്യാത്തത് അഥവാ ചെയ്തത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്കോ തിന്മയ്ക്കോ മുഖാന്തരമായി തീരും. ഇസ്രായേലിന് നന്മയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം അതാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവമേ ഇസ്രായേലിനെ രക്ഷിക്കണമേ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ലോകമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലിന് സമാധാനമായിരിക്കുമ്പോൾ ലോകത്തിനും സമാധാനമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇസ്രായേലിൻ്റെ നന്മ കാക്ഷിക്കുന്നവരായിരിക്കണം നാം. എപ്പോഴും അങ്ങനെയാണ്, ഇസ്രായേലിൻ്റെ നന്മ കാക്ഷിക്കുക. ഒരിക്കലും ഇസ്രായേലിനെതിരെ ഒരു വാക്കുപോലും ചിന്തിക്കാനായിട്ട് ഇടയാകരുത്. ആളുകൾ വളരെ ഫ്രീ ആയിട്ട് അങ്ങനെ സംസാരിക്കും, ഇസ്രായേലാണ് കുറ്റക്കാർ, ഇസ്രായേലാണ് കുറ്റക്കാരെന്ന്. അങ്ങനെ വിധി പറയാനായിട്ട് നമുക്ക് ആവോളം കാര്യങ്ങൾ അറിയില്ല. ഈ ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റിൽ ഇന്ന് നടക്കുന്നതായിരിക്കുന്ന സംഭവങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് വിധിക്കാൻ നമുക്ക് ആളല്ല, നമുക്കതറിയില്ല. പക്ഷേ നമുക്കറിയാം, അബ്രഹാമിനോട് പറഞ്ഞിരുന്നു, ഇസ്രായേൽ ജനത്തെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കും, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് തൻ്റെ വാക്ക് മാറുകയില്ല. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോട് വേണം ഇക്കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇസ്രായേലിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവമേ ഇസ്രായേലിനെ അനുഗ്രഹിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ഇസ്രായേലിനെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ലോകമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലിന് സമാധാനമായിരിക്കുമ്പോൾ ലോകത്തിനെല്ലാം സമാധാനമായിരിക്കും. അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇസ്രായേലിൽ നന്മ കാക്ഷിക്കുന്നവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.